കുട്ടികൾക്ക് ഇവൻ തട്ടിക്കൊണ്ടുപോകുന്ന വണ്ടി, മറ്റു ചിലർ ഇവന് ആംബുലൻസ് എന്ന് പറയും. മൊത്തത്തിൽ ഇവനൊരു പേരേയുള്ളൂ, ഒമ്നി. പണ്ട് കാലത്തൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഒരു റൂട്ടിലൂടെ നമ്മളിങ്ങനെ സ്കൂൾ വിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബാക്കിലൂടെ ഒരു മാരുതി ഒമ്നി കൂടി വരികയാണെങ്കിൽ തീർന്നു കഥ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മുസ്ലിമി. സോ ഇന്നിപ്പോൾ നമ്മുടെ മാരുതി ഒമ്നിയെ കുറിച്ച് പറയാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും അറിഞ്ഞു കാണും, മാരുതി ഒമ്നിയുടെ പ്രൊഡക്ഷൻ നിർത്തിയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ സംഭവം സത്യമാണ്, മാരുതി തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു മാരുതി ഒമ്നിയുടെ പ്രൊഡക്ഷൻ നിർത്തിയെന്ന്. മാരുതി ഒമ്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മാരുതിയുടെ ഒമ്നിയുടെ പ്രൊഡക്ഷൻ നിർത്തിയതും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, 3 പതിറ്റാണ്ടിലേറെ ഒരു വണ്ടി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതത്ര സിമ്പിൾ പരിപാടിയൊന്നുമല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ 35 വർഷം ഈ മാരുതി ഒമ്നി നിലനിന്നിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒമ്നിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ മാരുതി ഒമ്നിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നമുക്ക് ഓർമ്മ വരും. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. പണ്ട് കാലത്തെ സിനിമകളിലൊക്കെ ഒരു വില്ലനിസം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ വണ്ടിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും അവിടെ ഒരു അടിപിടി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ വില്ലന്മാർ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. സോ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒമ്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്ന ടൈമിൽ എന്താ പറയുക, നമ്മുടെ മാരുതി ഒമ്നി എവിടെ കണ്ടാലും നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അതിലാരെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ആയതെന്ന് വെച്ചാൽ, ഒന്നാമത് ഈ അങ്ങനെയുള്ള ആൾക്കാരും ഈ തട്ടിക്കൊണ്ടു പോകുന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്യല് മാരുതി ഒമ്നി തന്നെയാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താ വെച്ചാൽ, ഒന്ന് അതിൻ്റെ ആ ഒരു ഷേപ്പ്, പിന്നെ അതിൻ്റെ ആ ഒരു സ്ലൈഡ് ചെയ്യുന്ന ഡോറ്, നീക്കുന്ന ഡോറ്, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തട്ടിക്കൊണ്ടു പോകാനും കിഡ്നാപ്പിനും ഒക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് മാരുതി ഒമ്നി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മാരുതി ഒമ്നി ഇങ്ങനെ ഒരു വില്ലന്മാരുടെ വണ്ടി, അല്ലെങ്കിൽ ഗുണ്ടകളുടെ വണ്ടി, തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരുടെ വണ്ടിയൊക്കെ ആയി മാറിയത് അതുകൊണ്ടൊക്കെ തോന്നുന്നു. പണ്ട് കാലത്തൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഒരു റൂട്ടിലൂടെ നമ്മളിങ്ങനെ സ്കൂൾ വിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ബാക്കിലൂടെ ഒരു മാരുതി ഒമ്നി കൂടി വരികയാണെങ്കിൽ തീർന്നു കഥ. അത് വേറൊരു ലെവലാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ചിന്തകൾ എന്ന് പറഞ്ഞാൽ, എവിടെയൊക്കെ എത്തുക, നമ്മളെ തട്ടിക്കൊണ്ടുപോയി, നമ്മളെ മുഖംമൂടി കെട്ടി, നമ്മളെ കണ്ണുകെടുത്ത്, അങ്ങനെയൊക്കെ ഒരു രസകരമായിട്ടുള്ള എന്താ പറയുക, ഒരു തോന്നലൊക്കെ ആയിരുന്നു നമുക്കുണ്ടാവുക. അത് ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അങ്ങനെ തോന്നാത്തവർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂട്ടമായിട്ട് വരികയാണെങ്കിലും, സ്കൂൾ വിട്ടാൽ നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം വരികയാണെങ്കിലും, ചെറിയ കുട്ടികളുടെ ടൈമാണ് പറഞ്ഞത്, ഒരു LP-യിലും അല്ലെങ്കിൽ UP-യിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എന്താ പറയുക, ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിലും ഒരു ഒമ്നി വരികയാണെങ്കിൽ, വേറെ ഏത് കാറല്ല, ഒമ്നി വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേറൊരു ഭാഗത്തേക്ക് മാറി നിൽക്കും. ഒരു പേടി പോലെയായിരുന്നു നമ്മൾ കുട്ടിക്കാലത്ത് ഒമ്നിയെ കണ്ടത്. എവിടെ അതിൽ ചിലപ്പോൾ ഏതെങ്കിലും പാവം കച്ചവടക്കാരോ അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ ആയിരിക്കും, നമ്മളവരെ പിടിച്ച് തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരാക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ ആയിരുന്നു മാരുതി ഒമ്നി എന്ന് പറയുന്നത്. ഏതായാലും ഇനി മാരുതി ഒമ്നി ഉണ്ടാക്കില്ല. കൃത്യമായിട്ട് പറയാൻ 35 വർഷത്തോടെ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഐക്കണിക് വാനായിരുന്നു നമ്മുടെ മാരുതി ഒമ്നി. 1984 ഇത് വിപണിയിലേക്ക് വന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ, അന്ന് ഇറക്കിയിട്ടുള്ള, അതായത് ആ ഫസ്റ്റ് മോഡലുള്ള ആ ഒരു ഡിസൈൻ ഇതുവരെ മാരുതി മാറ്റിയിട്ടില്ല. അപ്പോൾ അത്രയും വർഷം ആ ഒരു ഡിസൈൻ, ആ ഒരു ബോക്സ് രൂപത്തിലുള്ള ആ ഒരു ഡിസൈനോടെ നിലനിന്നിട്ടുണ്ട് എന്നതാണ് മാരുതി ഒമ്നിയുടെ മറ്റൊരു പ്രത്യേകത. അതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫീച്ചറിനാണ്. നിങ്ങൾ നോക്കുക, ഡിസൈൻ മാറ്റാതെ, ഡിസൈനിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു പെട്ടി പോലത്തെ ആ ഒരു ബോക്സ് ഷേപ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും വർഷം, 35 വർഷമാണ് പറഞ്ഞത്. 3 പതിറ്റാണ്ട് അല്ലെങ്കിൽ 35 വർഷം അങ്ങനെ നിലനിന്ന് പോയിട്ടുണ്ട് നമ്മുടെ മാരുതി ഒമ്നി. മുമ്പ് ഇവിടെ വന്ന് ഒരു ട്രോള് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് പണ്ട് കാലത്ത് തട്ടിക്കൊണ്ടുപോയും അതുപോലെ കുട്ടികളെ പിടിച്ചും പിന്നെ എന്താ പറയുക കൊള്ളയടിച്ചാണ്ടൊക്കെ ജീവിതം പാഴാക്കി. പക്ഷെ ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ എന്താ പറയുക, നല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമായിട്ട് ആംബുലൻസ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു ആംബുലൻസിന്റെ ചിത്രം, ആ ഒരു പഴയ ഒമ്നിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ട്രോള് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പല ആംബുലൻസും നമ്മുടെ ഒമ്നി ആയിട്ട് കാണാറുണ്ട്. ഏതായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഒമ്നിയുടെ പ്രൊഡക്ഷൻ നിർത്തിയതെന്ന്. സോ അതാണ് നമ്മളിത് പറയാൻ പോകുന്നത്. അപ്പോൾ ഒമ്നിയുടെ പ്രൊഡക്ഷൻ നിർത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ, ചില ആൾക്കാർക്ക് അറിയായിരിക്കും, എന്നാലും ചില ആൾക്കാരുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ 35 കൊല്ലമായില്ലേ, ഇനിയിപ്പോൾ ആരും വാങ്ങാത്തത് കൊണ്ടായിരിക്കും
ഒമ്നിയുടെ പ്രൊഡക്ഷൻ നിർത്തിയെന്നായിരിക്കും. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഇത്രയൊക്കെ വർഷം കഴിഞ്ഞിട്ടും, ഈ 35 വർഷം കഴിഞ്ഞിട്ടും ഒരു മാസം തന്നെ 6000 അല്ലെങ്കിൽ 7000 യൂണിറ്റ് ഒക്കെ വിറ്റ് പോകുമായിരുന്നു ഒമ്നി. അതൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ആ ഒരു വിൽപ്പന ഇല്ലാത്തത് കൊണ്ടല്ല മാരുതി ഒമ്നി നിർത്തിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് മാരുതി ഒമ്നി നിർത്തിയതെന്ന് ചോദിച്ചാൽ, ഇനി ഇന്ത്യയിൽ വരാനിരിക്കുന്ന ക്രാഷ് ടെസ്റ്റ്, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ റൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് മാരുതി ഒമ്നി നിർത്താനുള്ള ഒരു കാരണം. സംഭവം എന്താ വെച്ചാൽ, ഈ നമ്മുടെ മാരുതി ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരുപാട് സേഫ്റ്റിയും അതുപോലെ ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ മാരുതി തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി 2019 വരാനിരിക്കുന്ന ക്രാഷ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറികടക്കാൻ ഒരിക്കലും മാരുതി ഒമ്നിക്ക് സാധിക്കില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എന്താ പറയുക, എല്ലാ 4 വീലേഴ്സിനും ABS, അതുപോലെ നമ്മുടെ മറ്റേ എയർ ബാഗ്, EBD അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർശനമാക്കിയിട്ടുള്ള റൂൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് മാരുതി ഒമ്നി നിർത്തിയത്. ഏതായാലും ഇനി വരാനിരിക്കുന്ന ക്രാഷ് ടെസ്റ്റിനൊന്നും മറികടക്കാൻ ഒരിക്കലും ഒമ്നിക്ക് സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ കമ്പനി ഔദ്യോഗികമായിട്ട് അറിയിച്ചു മാരുതി ഒമ്നി നിർത്തിയെന്ന്. ഓക്കെ, ഏതായാലും ഇനിയിപ്പോൾ മാരുതിയുടെ ഒരു വാൻ ചെയിനുള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ മാരുതി ഈക്കോ ആണ്. ഈക്കോ മാത്രമല്ല ഇപ്പോൾ ഒരു വാൻ എന്ന് പറയുന്ന ഒരു വണ്ടി മാരുതിക്കുള്ളൂ. അപ്പോൾ ഈ ഈക്കോക്ക് നമ്മുടെ ഒമ്നിയേക്കാൾ അറൗണ്ട് 70,000 രൂപയോളം അധികമുണ്ട്. സോ ഏതായാലും നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും ഏതായാലും വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണ് മാരുതി ഒമ്നി സ്വന്തമായിട്ടുള്ളവർ നിർബന്ധമായിട്ട് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ രസമായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, നമ്മുടെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാം, അതുപോലെ കമൻറ്റ് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെന്താ ഓക്കെ ചെയ്യാം. ഓക്കെ, സോ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.